Good morning. Sorry. Good afternoon, everyone. Good afternoon. Good afternoon. Good afternoon, Miss. 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 Yeah. Okay, prayer start ചെയ്യാം. Yeah, prayer. Who is going to sing? Miss, No. ഞാൻ prayer പറയും. Okay. Good afternoon, all. Guide me, O light of knowledge. Protect me, O flow of compassion, to fill the heart with kindness. Serve me, goddess of letters. Blooming new morning, springing new hope. Gardens fills the goodness, fields fill the love. Forever in my heart, enlighten me, goddess of letters. Enlighten me, goddess of letters. Guide me, O light of knowledge. Protect me, O flow of compassion, to fill the heart with kindness. Serve me, goddess of letters. Okay. Now, next, thought of the day. Miss, Yeah. thought of the day പറയാം. Good afternoon, all. I am Manjusha. Today, thought of the day. Success is a state of mind. If you want success, start thinking of yourself as a success. Joycey Brothers. Yeah. Thank you. Okay. Okay, let's begin our class. നമ്മള് എവിടെ വരെ എടുത്തു എന്ന് പറയാവോ? Yes, teacher, pronoun. 9 kinds of pronoun, and after that we discussed exercise. Yes, exercise. നമ്മൾ കുറച്ച് നൗണിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു അല്ലെ? മാർക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ചെയ്തോ? എന്താണ് സൈലൻസ് ആണല്ലോ? പറയൂ, മാർക്ക് ടെസ്റ്റ് ചെയ്തോ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. Can you hear me? മിസ് കട്ടായി പോയിരുന്നു. എന്താ മിസ് പറഞ്ഞേ? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തില്ലേ? നൗൺ മോക്ക് ടെസ്റ്റ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നോ? നൗണിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓ, ക്ലാസ് വർക്കിൽ ഒന്നും വന്നില്ലല്ലോ. മോക്ക് ടെസ്റ്റും വന്നില്ല. മോക്ക് ടെസ്റ്റ് അല്ല, സോറി. അത് മിസ് ഈ ക്ലാസ് വർക്ക് അല്ലേ ഉദ്ദേശിച്ചേ? ഹോംവർക്ക് പോലെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നില്ലേ? നൗൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? Yes, teacher, we discussed last class. ഒരു പ്രൊണൗണിലൊക്കെ പോവാം. അതെ, ചോദിക്കുന്നത് ഇങ്ങനെ 2-3 ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നത്. കാരണം അവിടെ എടുക്കുന്നത് ഇവിടെ എടുക്കത്തില്ല. അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി നൗൺ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ മിസ്, ക്ലിയർ ആണ്. അപ്പൊ പ്രോനൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് പ്രോനൗൺ? ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. പറയൂ. അപ്പൊ എന്താണ് പ്രോനൗൺ? എന്താണ് പറയൂ. Word used instead of noun. Pronoun is used instead of noun. അല്ലെ? എന്തിനു വേണ്ടിട്ട്? അവോയ്ഡ് the repetition of the noun. അല്ലെ? repetition ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് pronoun എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അതിൽ വരുന്നതാണ് എന്ത്?
9 types of pronouns in the first one is personal pronoun, the second one reflexive pronoun, personal pronoun, emphatic pronoun, reflexive pronoun, indefinite pronoun, distributive pronoun, demonstrative pronoun, interrogative pronoun, relative pronoun, reciprocal pronoun. ഇതാണ് the 9 kinds of pronouns. So first one is personal pronoun. എന്താണ് personal pronoun? What is personal pronoun? Okay. Personal pronoun എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പേഴ്സൺ നമ്മള് ഇപ്പോ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിൽ വരാം, ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം, സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരാം, തേർഡ് പേഴ്സൺ ആയിട്ട് വരാം അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങൾ പറയും. ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ അല്ലെ, ഐ ആം എ ടീച്ചർ. അവിടെ നമ്മള് എന്താ യൂസ് ചെയ്തേ? ഏത് പ്രോണാണ് യൂസ് ചെയ്തേ? ഐ. Personal pronoun. ഐ ആണ് യൂസ് ചെയ്തത്. ഐ അല്ലെ, ഐ ആണ്. ഓക്കെ. ഇനി ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്, ആൾ ടീച്ചേഴ്സ്. അവിടെ ഏത് സബ്ജക്റ്റ് ആയി യൂസ് ചെയ്തേ? ഏത് പ്രോണാണ് യൂസ് ചെയ്തേ? We. അല്ലെ. അപ്പൊ നമ്മള് ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഞാൻ, ഞങ്ങൾ, ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിന് ആരോടാണ് ഞാൻ പറയുന്നത്? ചിലപ്പോ നിങ്ങളോടായിരിക്കും അല്ലെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരായി? സെക്കൻഡ് പേഴ്സൺ അല്ലെ, അല്ലെ, സെക്കൻഡ് പേഴ്സൺ അല്ലേ. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഐ എം എ ടീച്ചർ എന്ന് ഞാൻ പറയുന്നത് നിങ്ങളോടാണ്. അപ്പൊ നിങ്ങൾ യു ആർ സ്റ്റുഡൻസ് അല്ലെ, നിങ്ങളോടാണ് പറയുന്നത്. അപ്പൊ യു ആണ്. യു എന്ന് പറയുന്നത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ അവനെ കുറിച്ച് പറഞ്ഞു, അവൻ. അപ്പൊ ഈ അവൻ ആരായി? ഹി. അവനാരാണ്? അപ്പോ തേർഡ് പേഴ്സൺ ആണ് അല്ലെ, തേർഡ് പേഴ്സൺ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ക്ലിയർ ആണോ? Yes. അപ്പോ ഇതൊക്കെയാണ് എന്ത് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എല്ലാരും പ്രോണൗണിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചത് നൗണിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു പേരിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇവിടെ പ്രോണൗണിൽ ഇത് വരുമ്പോ നമ്മൾ പേര് എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ഇല്ല. പേരിന് പകരം നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ അവിടെ പഠിച്ചു, ഇപ്പോ ടോം, ടോം എന്ന് പറഞ്ഞു, അതൊരു നൗൺ ആണ്. അതേത് നൗൺ ആണ്? പ്രോപ്പർ നൗൺ ആണ് അല്ലെ. അപ്പൊ ടോം പ്രോണൗണിലേക്ക് വരുമ്പോ അവൻ ആരാണ്? ഒരു ബോയ് ആണ് അല്ലെ. നമ്മളപ്പോ ആ ടോമിന് പകരം എന്ത് പ്രോണൗൺ ഇവിടെ യൂസ് ചെയ്യും? ഹി യൂസ് ചെയ്യും. ഓക്കെ. അപ്പോ നമ്മള് നൗണിൽ പഠിച്ച പോലെ അവിടെ പേരാണ് പറഞ്ഞെങ്കിൽ ഇവിടെ അതിന് പകരം യൂസ് ചെയ്യുന്ന പ്രോണൗൺ ആണ് പറയുന്നത്. അപ്പൊ എല്ലാരും പ്രോണൗണിനെ ബേസ് ചെയ്തിരിക്കും. എല്ലാ ഈ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രോണൗണിനൊക്കെയാണ് ഇവിടെ പറയാം. ഇവിടെ പേര് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. നമ്മുടെ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോ നമ്മളാണ്, നമ്മളെ കുറിച്ചാണ് പറയാം അല്ലെ. ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ. അതായത് നമ്മൾ എന്തിനെ കുറിച്ചും പറയും, എന്നെ കുറിച്ച് പറയും അല്ലെ, ഞങ്ങളെ കുറിച്ച് പറയും, പിന്നെന്താ നിന്നെ കുറിച്ച് പറയും, നിങ്ങളെ കുറിച്ച് പറയും, അവൻ, അവൾ, പിന്നെ ഒരു വസ്തുവോ ഒരു അനിമലോ ആണെങ്കിൽ ഇറ്റ് ആണ് നമ്മൾ പറയാം അല്ലെ. ഇറ്റ്, cat is beautiful, it is drinking milk എന്ന് പറയും. അപ്പോ ഇറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. അനിമലോ തിങ്കോ ഒരു വസ്തുവോ ആണെങ്കിൽ നമ്മൾ അവിടെ ഇറ്റ് ആണ് യൂസ് ചെയ്യുക, ഇറ്റ് പ്രോണൗൺ ആണ് യൂസ് ചെയ്യുക. അപ്പോ ഹി, ഷീ, ഇറ്റ് യൂസ് ചെയ്യും. ദെൻ പിന്നെ ഐ, ഞാൻ, ഐ യൂസ് ചെയ്യും. യു യൂസ് ചെയ്യും. ദെൻ വി, ഞങ്ങൾ. ദെൻ ദേ, അവർ. 3 സബ്ജക്റ്റുകൾ നമ്മൾ ഈ പേഴ്സണൽ പ്രോണൗണിൽ യൂസ് ചെയ്യും. അപ്പോ ഇതൊക്കെ എന്താണ്? ഇതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് ഐ ആൻഡ് വി ആണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ എപ്പോഴും യു ആണ്. രണ്ടാമതൊരാൾ വരുമ്പോ അതിന് നീ എന്ന് പറഞ്ഞ് നമ്മൾ സംബോധന ചെയ്യാറ്. സോ നീ എന്ന് പറഞ്ഞ് യു ആണ്.
Then third person, നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. ആരെ കുറിച്ച്? അവനെ കുറിച്ചോ അതിനെ കുറിച്ചോ അവരെ കുറിച്ചോ ആവാം അല്ലെ? അതാണ് എന്ത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. Is it clear? Yes. Yes, ma'am. If you have any doubts, please ask me. Okay? അപ്പോ ഇതൊക്കെയാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഇനിയുള്ളത് അതിന്റെ സിംഗുലറും പ്ലൂറലും കാണിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ? I and we. I is a singular and we is plural. Then NA. NA means me. സിംഗുലർ ആണ്. അസ് എന്താണ്? പ്ലൂറലാണ്. ഇനി മൈൻ മൈൻ അവർ അവേഴ്സ്. അപ്പൊ ഇതെല്ലാം പഠിക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി സെക്കൻഡ് പേഴ്സൺ വരുമ്പോ എപ്പോഴും യു തന്നെയാണ്. യു യുവേഴ്സ് എന്നൊക്കെ വരും. യു യു. തേർഡ് പേഴ്സൺ ആണെങ്കിലോ ഹി ഷീ ഇറ്റ് ദേ ഹിം ഹർ ഇറ്റ് ദം ഹിസ് ഹർ ഹേഴ്സ് ഇറ്റ്സ് ദെയർ ദേഴ്സ്. അതായത് ഹി അവൻ ഹിം അവനെ ഹിസ് അവന്റെ ഷീ അവൾ ഹർ അവളുടെ ഹർ അവളുടെ തന്നെയാണ്. അവൾ ഹർ അവളെ അല്ലെങ്കിൽ ഹർ ഹേഴ്സ് അവളുടെ. ഇറ്റ് ഒക്കെ സെയിം തന്നെയാണ്. അങ്ങനെ പല മീനിങ് ഒക്കെ സെയിം ആയിട്ട്. ഇനി ദേ അവർ ദം അവരെ ദർ അവരുടെ എന്നാ വരാ. മീനിങ് അങ്ങനെയാ വരാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാരും ഒരു സെന്റൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പേഴ്സണൽ പ്രോണൗൺ ആണ്. ക്ലിയർ ആണോ? Yes, miss. Yes, miss. Yes, miss. Okay. The next one is emphatic pronoun. Emphatic pronoun. Emphatic pronoun എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാ പ്രോണൗണിലും ഓരോ കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രോണൗണിലും ഒരുപാട് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും സിമ്പിൾ വേ. എങ്ങനെയാണ് ഈ 9 പ്രോണൗൺ എങ്ങനെയാ പഠിക്കുക എന്നുള്ളതിന് ഏറ്റവും സിമ്പിൾ വേ ആണ് ഞാൻ പറഞ്ഞത്. ഓരോ പ്രോണൗണിലും കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ പേഴ്സണൽ പ്രോണൗൺ പറഞ്ഞു. പേഴ്സണൽ പ്രോണൗണിൽ വരുന്ന ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഏതൊക്കെ കീവേഡ്സ് ആണ് വരാം പേഴ്സണൽ പ്രോണൗണില്? I, you, they, he, she, it. ഇതാണ് പേഴ്സണൽ പ്രോണൗണിൽ വരുന്നത്. അപ്പൊ എംപാറ്റിക് പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ആണ് ഈ കാണുന്നത്. myself, ourself, yourself, himself, herself, itself, themselves. ഈ കീവേഡ്സ് ഒരു സെന്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എംപാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ? അത് മാത്രല്ല എംപാറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗണിലും സെയിം കീവേഡ്സ് ആണ്. ഈ കീവേഡ്സ് തന്നെയാണ് റിഫ്ലെക്സീവ് പ്രോണൗണിലും വരിക. അപ്പൊ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിന് ഇവിടെ എക്സാമ്പിൾ നോക്കി. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇവിടെ എംഫാറ്റിക് പ്രോണൗണില് ഈ മൈസെൽഫ് ഈ തരത്തിലുള്ള കീവേഡ്സ് എവിടെയാ വരുന്നതെന്ന് വെച്ചാല് നൗണിന് ശേഷമോ പ്രോണൗണിന് ശേഷമോ ആയിരിക്കും ഈ കീവേഡ്സ് വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എംഫാറ്റിക് പ്രോണൗൺ ആണ്. ക്ലിയർ ആയോ? നൗണിന് ശേഷമോ പ്രോണൗണിന് ശേഷമോ ആണ് ഈ കീവേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. അതായത് ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇവിടെ ബൈക്ക് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ആണോ? അപ്പൊ നൗണിന് ശേഷമാണ് അവിടെ മൈസെൽഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എംഫാറ്റിക് പ്രോണൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ നോക്കിയേ. ഇനി റിഫ്ലെക്സീവിലും സെയിം കീവേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് മൈസെൽഫ്, ourself, yourself, themselves. ഇതൊക്കെ തന്നെയാ വരാം. സെയിം ആണ്.
അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് എംഫാറ്റിക് വരുന്നത് നൗണിന് ശേഷമോ പ്രോനൗണിന് ശേഷമോ ആയിരിക്കും ആ കീവേഡ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, റിഫ്ലെക്സീവിൽ അങ്ങനെയൊന്നല്ല. ഇവിടെ അങ്ങനെ റൂളൊന്നുമില്ല. ഇവിടെ എന്താ ഇപ്പൊ വാഷ്ഡ് കണ്ടോ, വാഷ്ഡ് ദംസെൽഫ്, വാഷ്ഡ് ദംസെൽഫ് എന്ന് പറയുമ്പോ അവിടെ നൗണിന് ശേഷമാണോ വന്നിരിക്കുന്നേ? അല്ല, അല്ലെ? ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ് എന്ന് പറയുമ്പോ ഇത് കാറിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഈ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്, സെക്കൻഡ് എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇത് ശരിക്കും റിഫ്ലെക്സീവ് ആണ്. കാരണം കാർ എന്ന് പറയുന്നത് നൗൺ ആണ്. നൗണിന് ശേഷം ഇങ്ങനത്തെ ഈ കീവേഡ്സ് വന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഇനിയിപ്പോ അങ്ങനെയല്ല വന്നിരിക്കുന്നെങ്കിൽ അതെന്താണ്? ഫ്ലെക്സീവ് ആണ്. ഈ നൗണിന് ശേഷമാണ് വന്നിരിക്കുന്നെങ്കിൽ അത് എംഫാറ്റിക്കും. ഇപ്പൊ നൗൺ അവിടെ അങ്ങനെ ഒന്നും ഇല്ല, നൗണിന് ശേഷം അല്ല ഈ മൈസെൽഫ് ഹിംസെൽഫ് ഒക്കെ വന്നിരിക്കുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ ആയോ? എംഫാറ്റിക് ആൻഡ് റിഫ്ലെക്സീവ് ഇസ് ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ ആണോ എന്ന് പറയൂ എല്ലാവരും. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താലും മതി. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഏറ്റവും സിമ്പിൾ വേ ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടെ സിമ്പിൾ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. നൗണിന് ശേഷമോ അല്ലെങ്കിൽ ഏതൊരു പ്രോണൗണിന് ശേഷമാണ് വന്നിരിക്കുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഇവിടെ നോക്കിയേ, we ourselves have to build our own strength. ഇവിടെ we എന്ന് പറയുന്ന പ്രോണൗൺ ആണ്. ഈ പ്രോണൗണിന് ശേഷമാണ് ഇവിടെ ourselves വന്നിരിക്കുന്നത്. സോ ഇത് ഏതാണ്? ഈ സെന്റൻസ് ഏതാണ്? അപ്പോ ourselves ഏതാണ്? എംഫാറ്റിക്. എംപാറ്റിക് ആണ്. എംപാറ്റിക് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ കീവേഡ്സ് ഒന്നായത് കൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല് അപ്പൊ പെട്ടെന്ന് എംപാറ്റിക് ഏതാണ് റിഫ്ലെക്സീവ് ഏതാണെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. റിഫ്ലെക്സീവ് പ്രോനൗൺസ് വന്നത് അപ്പൊ ആഫ്റ്റർ വെർബ് ആണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അത് നൗണിന് ശേഷം പ്രോനൗണിന് ശേഷം ആയിരിക്കില്ല വരെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എംപാറ്റിക് ആണ്. റിഫ്ലെക്സീവില് ചിലപ്പോൾ വെർബിന് ശേഷം ആകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ശേഷമൊക്കെ ആവാം വന്നിരിക്കും. അത് റിഫ്ലെക്സീവ് ആണ്. അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ചിലപ്പോൾ വെർബ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. എംപാറ്റിക് എന്താണെന്ന് തന്നെ പഠിക്കുക. അപ്പൊ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എംപാറ്റിക് അല്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് റിഫ്ലെക്സീവ് ആണ്. അപ്പൊ ഒരെണ്ണം നന്നായിട്ട് പഠിക്കുക. കാരണം രണ്ടിനും സെയിം കീവേഡ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരെണ്ണമെങ്കിൽ നന്നായിട്ട് പഠിച്ചാല് അത് എംപാറ്റിക് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലെക്സീവ് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയും ഈ കീവേഡ്സ് പഠിക്കാം. everyone, everybody, someone, somebody, anyone, anybody, ഇതെല്ലാരും വരുന്നത് ഇൻഡിഫിനൈറ്റ് പ്രോണൗണിലാണ്. ഓക്കെ, കീവേഡ്സ് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കീവേഡ്സ് ഈ പഠിച്ച കീവേഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ഈ പ്രോണൗൺ സെന്റൻസിൽ വന്നാല് അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. someone called when you were alone. അപ്പൊ someone എന്ന് കണ്ടു. അപ്പൊ ഇത് someone എന്താണ്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. കീവേഡ്സ് വെച്ചിട്ട് പഠിക്കാം. അതാണ് ഏറ്റവും സിമ്പിൾ. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഇതിൽ വരുന്ന കീവേഡ്സ് ഏതാ? ഈച്ച്, ഐദർ ആൻഡ് നൈദർ. ഈ കീവേഡിൽ ഏതെങ്കിലും ഒരു കീവേഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോ തരുന്ന സെന്റൻസില് ഈച്ചോ നൈദറോ ഐദറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓക്കെ, ഇനി ഈ പോർഷൻ കണ്ടിട്ട് നോട്ട് ചെയ്യാൻ പറ്റണില്ല, സ്പീഡ് ഒരു ഇത്തിരി കൂടുതലാ. സംസാരിക്കുമ്പോഴാണോ? ക്ലാസ് എടുക്കുമ്പോഴാണോ? ഓക്കെ, ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തരുന്നു, എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ മിസ്, എന്തോ മിസ് മറ്റേ റിഫ്ലെക്സീവും എംഫറ്റിക്കും പറഞ്ഞില്ലേ? അപ്പൊ അത്
നൗൺ മാത്രമല്ല, ഇപ്പൊ വെർബ് പ്രൊനൗൺ കഴിഞ്ഞിട്ടും പ്രൊനൗൺ വരുമ്പോൾ അപ്പോഴും അങ്ങനെ തന്നെയാണോ? ആ, എംപാറ്റിക് എന്ന് പറയുന്നത് നൗണും പ്രോണൗണും രണ്ടിനും ശേഷം വരുന്നത് കീവേഡിൽ ഹിംസെൽഫോ മൈസെൽഫോ ഒക്കെ ആണെങ്കിൽ അത് എംപാറ്റിക് ആണ്. നൗണും അല്ലെങ്കിൽ പ്രോണൗണും ഇത് രണ്ടിൽ ഏതെങ്കിലും ശേഷമായിരിക്കും അത് വരാം. അത് എംപാറ്റിക് ആണ്. നൗൺ ഓർ പ്രൊനൗൺ. ഓക്കെ. ആ, നൗൺ ഓർ പ്രോണൗൺ. ഓക്കെ. എക്സാമ്പിൾ കണ്ടോ? ആ, അതായത് we ourselves, we എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്. ഇവിടെ I referred the bike myself. ബൈക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ മിസ്. അപ്പൊ ഈ നോട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇത് വെച്ചിട്ട് പഠിക്കാം. കീവേഡ്സ് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവില് ഈ ഒരു പോർഷൻ ഉണ്ട്, ലാസ്റ്റ് വൺ ഒരു പോർഷൻ ഉണ്ട്. അത് കണ്ടിട്ട് ഡൗട്ട് നടിക്കണ്ട, ഇത് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഡൗട്ട് അടിക്കണ്ട, ഇതിന്റെ ഇവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ്. ഈ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഈ വേർഡ്സ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കുക. ഐ വാണ്ട് ദിസ് പെൻസിൽ, കണ്ടോ? ദിസ് പെൻസിൽ. അപ്പൊ ഇത് ഏതാണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ. നെക്സ്റ്റ്, ദീസ് ബുക്സ് ആർ റാക്ഡ്. അപ്പൊ ദീസ് എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. അപ്പൊ കീവേഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. അത് പഠിച്ചാൽ തന്നെ ഏതാണ് പ്രോണൗൺ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇന്റർഗേറ്റീവ്. ഇന്റർഗേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഒരു തിങ്കോ ആവണം, അല്ലാതെ സ്ഥലമോ അങ്ങനെ ഒന്നല്ല വരും. ഓക്കെ. Who was at the door? Who? ഇവിടെ വരാം who, whose, whom, what and which. ഈ കീവേഡ്സ് ആണ് ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ വരാം. Who, whose, whom, what, which എന്ന് പറയുന്ന കീവേഡ്സ് ആണ് ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ വരാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെയാ ഈ മിസ് ഇങ്ങനെ പറഞ്ഞു പോണേന്ന് വിചാരിക്കണ്ട. ഏറ്റവും സിമ്പിൾ ആണ്. ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ വലിച്ചേറി പഠിക്കുന്നതോട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയോ. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്റർഗേറ്റീവ് പ്രോണൗൺ, ഇന്റർഗേറ്റീവ് വിച്ച് ഈസ് ഐഡന്റിഫൈ വിച്ച് ഈസ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കീവേഡ്സ് വെച്ചിട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ്, റെസിപ്രോക്കൽ പ്രോണൗൺ. റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഈച്ച് അതർ, വൺ അനദർ, ഇത് രണ്ടേ ഉള്ളൂ. ഈച്ച് അതർ, വൺ അനദർ കണ്ടാൽ അത് റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. ഈച്ച് അതർ, വൺ അനദർ. റിലേറ്റീവ് പ്രോണൗൺ ഒന്നുകൂടെ പറയും. അത് കുറച്ച് ടഫ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാൻ വെച്ചാൽ റെസിപ്രോക്കൽ മീൻസ് ഈച്ച് അതർ, വൺ അനദർ വരുമ്പോൾ റെസിപ്രോക്കൽ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് എഴുതി വെക്കാം. ഓക്കെ. എഴുതിവെക്കണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ എന്റെ നോട്ട്ബുക്കിൽ പഠിക്കാം. സോ എഴുതിയെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പെട്ടെന്ന് മനസ്സിലാവില്ല. എഴുതും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ പെട്ടെന്ന് ക്യാച്ച് ആവും. ഓക്കെ. അപ്പോ ഇത്രയും പ്രോണൗൺ ക്ലിയർ ആയോ? ഇതുവരെ എടുത്ത എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. എല്ലാവരും ക്ലിയർ അല്ലേ? എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് കേൾക്കുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ കീവേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. കീവേഡ് ആണ് സിമ്പിൾ. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ. നെക്സ്റ്റ്, റിലേറ്റീവ് പ്രോണൗൺ. ലാസ്റ്റ് വൺ ആണ് റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവും ഞാനിത് പറയുമ്പോൾ, പക്ഷെ കേട്ടിരിക്കുക, മനസ്സിലാക്കാം. ഒരു സെന്റൻസിനെ സെക്കൻഡ് സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ റിലേറ്റീവ് പ്രോണൗൺ. ഈ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിപ്പോ ഒരു സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും, ഒരു പേഴ്സണെ കുറിച്ചായിരിക്കാം,
അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചായിരിക്കും, ഒരു അനിമലിനെ കുറിച്ചായിരിക്കും. അപ്പൊ അവരെ ബേസ് ചെയ്തിട്ട് വേണം ഈ റിലേറ്റീവ് പ്രോണൗൺ ഏത് വേണം എന്ന് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ എക്സാമ്പിൾ, the girl who helped me is your sister. ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വന്നിരിക്കുന്നത് who ആണ്. ബിക്കോസ് അതെന്താണ്, ഒരു ഹ്യൂമൻ ആയതുകൊണ്ട്, ഗേൾ എന്ന് പറയുന്ന ഹ്യൂമൻ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാം who അല്ലെ. The girl who helped me is your sister. എന്താണ്, ആ ഗേൾ ആണ് എന്താണ് എന്നെ സഹായിച്ചത്, എന്റെ സിസ്റ്റർ എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വരുന്നത് who ആണ്. The relative pronouns is English are who, whose, which, whom and that. ഇത്രയും റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? who, whose, whom, which and that. ഇവിടെ കീവേഡ്സ് പഠിച്ചുകൊണ്ട് മാത്രം ആയില്ല. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് മാം. യെസ്. നമ്മള് ഇവിടെ who, whom, that. who, whom, that. ഈ who, whom, that യൂസ് ചെയ്യുന്നത് people, പേഴ്സണ് വേണ്ടിയാണ്. മനസ്സിലായോ? who, whom, that യൂസ് ചെയ്യുന്നത് പേഴ്സണ് വേണ്ടിയാണ്. that വേറെയും യൂസ് ചെയ്യും, ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം. who, whom, that നമുക്ക് പേഴ്സണ് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. who, whom, that. അത് മാത്രമല്ല whosഉം യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പോ this is the lady who helped me. ഈ ലേഡിയാണ് എന്താ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയണം അല്ലെ. ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതൊരു ലേഡി ആയതുകൊണ്ടും മറ്റൊരു പേഴ്സൺ ആയതുകൊണ്ടും നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഏത് റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പറ്റും? who അല്ലെങ്കിൽ that ആണ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. These are the apple dash bought a house. ഈ ആൾക്കാരാണ് ആ വീട് വാങ്ങിയത് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഏതാ ചേർക്കണ്ടേ? who അല്ലെങ്കിൽ that ആണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ്, she is the girl whom I helped yesterday. she is the girl whom I helped yesterday. ഞാൻ ഇവിടെയാണ് ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. അവിടെ ചേർക്കുന്നത് whom ആണ്. ആദ്യം പറഞ്ഞില്ല 3 ഇത് whom, that എന്നുള്ളത്. അതിൽ ഏത് ഉപയോഗിച്ചാലും ആ സെന്റൻസ് കറക്റ്റ് അല്ലേ? അതെ, രണ്ടും സെയിം ആണ്, കറക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ അവിടെ who എങ്ങനെ യൂസ് ചെയ്യും, who എങ്ങനെ വരും, that എങ്ങനെ വരും എന്നൊക്കെയാണ്. അല്ല, ഒരു സെന്റൻസ് കണ്ടാല് നിങ്ങൾക്ക് അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. വന്നോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഉണ്ടോ? ഇപ്പൊ whom അവിടെ എങ്ങനെയാ ആഡ് ചെയ്യാൻ കാരണം എന്താ? who ചെയ്താൽ മതിയാവില്ലേ? കറക്റ്റ് ആയിരിക്കോ? പാസ്റ്റ് ടെൻസ് അല്ലേ? ടെൻസിനെ ബേസ് ചെയ്തിട്ടാണോ? ടെൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാം. അല്ലാതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോ ക്വസ്റ്റ്യൻ വരാം, ഡാഷ് ആയിരിക്കും. അവിടെ who, that ഒന്നും ഉണ്ടാവില്ല, ഡാഷ് വെറും ഡാഷ് ആണെന്ന് വിചാരിക്കാം. lady, this is the lady dash helped me. ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്നോട്? അല്ലെ, ആരെന്നുള്ള ചോദ്യം വരില്ലേ? ആരാണ്? ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ചോദിക്കാം, അങ്ങോട്ട് നിങ്ങളുടെ ചോദിക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആര്? നമ്മൾ ചോദിക്കാം ആര്? ആ ചോദ്യമായിരിക്കും അവിടെ റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോ ഷീസ് ദ ഗേൾ ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഈ ഗേളിനെയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കുക? ആരാണ് ഹെൽപ്പ് ചെയ്തത്? അല്ല,
ഏത് ഗേളിനാണ് ആരെയാണ് ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? ആരെന്ന് വരും. ആര് എന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്താ? ഹൂം ആണ്. ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? ഹൂം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ എന്ത് റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വരാൻ. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാം അതെ, നമ്മള് ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൂയും, നമ്മളെ ഒരാള് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൂമും, അങ്ങനെയല്ലേ വരിക? അങ്ങനെയല്ല കേട്ടോ. അവിടെ നിങ്ങള് ഇവിടെ ആൻസർ ചെയ്യണമെങ്കിൽ ആ സെന്റൻസിന് കറക്റ്റ് ഒരു മീനിങ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്താണ് ഹൂ ആണോ ഹൂം ആണോ ഹൂസ് ആണോ വേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എപ്പോഴും ആ സെന്റൻസിന് മീനിങ്ങും അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു സെന്റൻസ് കാണുമ്പോൾ ആ സെന്റൻസിന് മലയാളം പറയാം. ഷീസ് ദ ഗേൾ ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് മലയാളം ഞാൻ ഇന്നലെ ഗേളിനെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ചോദിക്കും ആരെയാണ് നീ ഹെൽപ്പ് ചെയ്തത്? ആരെയാണ് ആരെ? ഹൂമാണ്. അപ്പൊ അവിടെ ഡാഷിന്റെ അവിടെ ഹൂമാണ് ആഡ് ചെയ്യുക. ഹൂ. ഇനി these are the people dash bought the house. അതായത് ആ ആൾക്കാരാണ് എന്താ വീട് വാങ്ങിയത്. അപ്പൊ നമ്മൾ ചോദിക്കും ആരാ വാങ്ങിയത്? ഹൂ ആണ് ഹൂ വരാ. ഇനി സപ്പോസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നു, 4 ഓപ്ഷനും തന്നു. ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്. ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷൻ തന്നു. ഇതില് ഹൂ ഉണ്ടോ? ഓപ്ഷനിൽ ഹൂ ഉണ്ടോ? ഇല്ല. ഹൂ ഇല്ലാന്ന് വെക്കൂ. ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹൂ ഇല്ല. നിങ്ങൾ ഏത് ആൻസർ എഴുതും? Miss, can you repeat the question? That will. Yeah. അവിടെ ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷനില് ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എങ്ങനെ ഹൂ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് എഴുതാം. ദാറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് എഴുതാം. ഇനിയിപ്പോ ദാറ്റ് ഇല്ല, ഹൂ ആണെങ്കിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹൂ എഴുതാം. ക്ലിയർ ആയോ? മിസ്, എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. മിസ് ആ ക്വസ്റ്റ്യൻ എന്നോടൊന്ന് പറയണേ. These are the people dash bought the house. എന്തായാലും മീനിങ് എന്താ വരാ? ഇവരാണ് ആ വീട് വാങ്ങിച്ചത്. ഇവരാണ് ആ വീട് വാങ്ങിയത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ആരാ വാങ്ങിയത്? ആരാ വാങ്ങിയത്? ആരാ എന്നുള്ളതിന് ഹൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഡാഷിന്റെ ഇവിടെ ഹൂ എഴുതാം. ഇനി സപ്പോസ് ഓപ്ഷനിൽ ഹൂ ഇല്ല എങ്കിൽ ദാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് എഴുതാം. അവിടെ നമുക്ക് ഹൂ അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്ത എക്സാമ്പിള്, ഷീസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. അവിടെ ഒരിക്കലും ദാറ്റ് ചേർക്കാൻ പാടില്ല. ഹൂം തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കിയേ. ഇനി ദാറ്റ് ഹൂസ്. ഈ ദാറ്റ് ഹൂസ് എന്ന് പറയുന്ന പ്രോണൗൺ റിലേറ്റീവ് പ്രോണൗൺ പേഴ്സൺ, ആനിമൽ, തിങ്സ് ഇതൊക്കെ ഈ 3 യൂസ് ചെയ്യാൻ പറ്റും. The bench dash legs are broken must be repaired. ബെഞ്ചിന്റെ കാലുകൾ ഒടിഞ്ഞു, അതിന്റെ റിപ്പയർ ചെയ്യണം എന്നാ പറയുന്നത്. ബെഞ്ചിന്റെ കാലുകൾ ഒടിഞ്ഞു, അതിന്റെ റിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ ചോദിക്കും ആരുടെ കാലുകൾ എന്ന് ചോദിക്കുമ്പോൾ ലിവിങ് തിങ്സിനാണ് നമ്മൾ കൂടുതലും ചോദിക്കുക. പക്ഷേ നമുക്കിവിടെ തിങ്സിനും ചോദിക്കാവുന്നതാണ് ആ ചോദ്യം. ആരുടെ കാലുകൾ? whose legs. അവിടെ നമുക്ക് whose ആഡ് ചെയ്യാം. ഇനി this is my friend dash father is a doctor. ഇതെന്റെ ഫ്രണ്ട് ആണ്, ഇവന്റെ അച്ഛൻ ഡോക്ടർ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും ആരുടെ അച്ഛൻ അല്ലെ? whose father? The pen that I bought yesterday. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെണ്ണാണ്, ഒരു വസ്തുവാണ്, നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. വസ്തുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുമല്ല, ദാറ്റ് യൂസ് ചെയ്യാം, വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൺഫ്യൂഷൻ ചോദിക്കൂ. ഇതുപോലെ തന്നെ പാട്ട് ചോദിക്കാം. Who, whom, that, whose, which, what. ഈ കീവേഡ്സ് ആണ് നമുക്ക് റിലേറ്റീവ് പ്രോനൗണിൽ യൂസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, ക്ലിയർ ചെയ്യാം നമുക്ക്. ഇവിടെ ഓപ്ഷനിൽ ഇപ്പൊ ഹൂസ് അല്ലെങ്കിൽ ദാറ്റ് ഏതെങ്കിലും ഒന്ന് രണ്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മീനിങ് തന്നെയല്ലേ? ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഹൂസ് ആണ് ഓപ്ഷനിൽ മിസ് തന്നിട്ടുള്ളത് എങ്കിൽ ഹൂസ് എഴുതാ, അല്ലെങ്കിൽ ദാറ്റ് എഴുതിയാലും മീനിങ് കറക്റ്റ് അല്ലേ? ഹൂന്റെ കൂടെ ദാറ്റ് ആയാലും മതി, കറക്റ്റ് ആണ്. ആ ഓപ്ഷൻ എന്തൊക്കെയാണോ ഉള്ളത് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ആൻസർ ചെയ്ത്. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണ് റിലേറ്റീവ് പ്രോണൗൺ എന്നെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിച്ചോളൂ ധൈര്യമായിട്ട്. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിരിക്കും ഞാൻ പറയാ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? പറയൂ, ഡൗട്ട് ആയോ? ക്ലിയർ ആയോ? അതൊരു വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ അത് കൺഫ്യൂഷൻ ആവോ ഇല്ലേ എന്നുള്ളത് അറിയാം. ഇതിപ്പോ റിലേറ്റീവ് പ്രോണൗൺ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ, ബാക്കി എല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ മിസ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ പ്രോണൗണിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. അത് റിലേറ്റീവ് പ്രോണൗൺ മാത്രമുള്ള കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സസൈസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കി. ഷി വാഷ്ഡ് ഹെർ കാർ. ഇവിടെ join the following pairs of sentences meaningfully using a suitable emphatic pronoun. എങ്ങനെ ആൻസർ ചെയ്യാം? എംപാറ്റിക് പ്രോണൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? She washed her car herself. Yeah, she washed her car herself. Yeah, കാറിന് ശേഷം വരുന്നതാണ്, നൗണിന് ശേഷം വരുന്നതാണ് എംപാറ്റിക് പ്രോണൗൺ. അപ്പൊ കാറിന് ശേഷമാണ് ഇവിടെ herself വരുന്നത്. Okay, next she will write the assignment. She will write the assignment. The assignment himself. എങ്ങനെയാ വരാ? He will write the assignment by himself. He will Write the assignment himself. Yeah, he will write the assignment himself. Yeah, the next one, you must do the work. You must do the work. Yourself ആണോ മിസ്സേ? You must do the work yourself. Yeah, you must do the work yourself. ഇങ്ങനെയാ വരാ. ചില സമയത്ത് ചില വേർഡുകൾ നൗൺ ആയിട്ട് മാറും കേട്ടോ. അത് സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും, അത് നൗൺ ആണോ വെർബ് ആണോ എന്നൊക്കെ അറിയാം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, ഇനി my daughters built a fence around the house. themselves ആണ്. Myself alone. Yeah, എന്താ പറയുന്നത്? Themselves. എവിടെയാ? My daughters ആയതുകൊണ്ട് themselves. Yeah, my daughters themselves built a fence around the house. Next, അടുത്തതാ, let's paint the tables. Ourselves. Yeah, let's paint the tables ourselves and not seek anybody's help. Yeah, correct ആണ്. Okay, correct ആണ്. ഇനി next, fill in the blanks with the interrogative pronoun. അപ്പൊ interrogative pronoun എന്തൊക്കെയാണെന്ന് അറിയാലോ? WH questions വരുന്നതാണ് interrogative pronoun. അപ്പൊ fill ചെയ്തേ. ഇങ്ങനെയാണ് വരാ. Who is your opinion? What is your opinion?
What is your opinion What about is your opinion about learning Arabic? Yeah, what is your opinion about learning Arabic? Next. Which of your brothers gave you this? Yeah, which of your brothers gave you this book? Which one? Next one. who is responsible Who for is this mistake? responsible? Yeah, who is responsible for this mistake? Yeah, next. How Whom how did will you Who finally did elect? What did you finally? What? Whom did Who you did alle? finally elect secretary? who did elements? Who did alle? Whom alle, ma'am? Who ആണ് ട്ടോ? Who ആണ്? Who did you finally elect secretary? Who ആണ്? ആരെയാണ് elect Okay, ചെയ്തത്? ma'am. Next. Dash പറയൂ. Who is this bag? Who is this man? Who is this man? Next. Whom did What did you see with her? What did you see? What did you see with her? What did you see with her? നീ whom did എന്താണ് you see? ആരെയാണ് കണ്ടത്? അവന്റെ കൂടെ ആരെയാണ് കണ്ടത് അല്ലേ? Who did you see with her? ആരെയാണ് കണ്ടത്? Whom ആണോ? What alle? Whom did you see with her? Whom അല്ല. She. എന്താണ് F പറയൂ. F ആ? Who ആണ്? Whom ആണ്? Whose ആണ്? Whom? Whom ആണോ? പറയൂ. Who ആണ് miss? ആൻസർ പറയൂ. മാം അതുണ്ടല്ലോ ഈ അവരുടെ കൂടെ നിങ്ങൾ ആരെയാണ് കണ്ടത്? ഇപ്പൊ എന്താ വരാ? Whom? Who ആണ്? Yeah, who ആണ്? Next. G പറയൂ. G. Which dictionary is yours? Yeah, which ആണ്? Which dictionary is yours? ഇത് ഡിക്ഷണറി ആണ് നിന്റെ. Next. H. What is her academic qualification? Yeah, what is her academic qualification? Next. Who helped you? Who helped you? എന്താ വരാ? Who helped you? Who ആണോ? Yes, who helped you? ആരെയാണ്? ആരാണ് സഹായിച്ചത് എന്നല്ല. Yeah, ആരാണ് സഹായിച്ചത്? Who helped you? Yeah, who ആണ്? Last one. Which bag? Whose bag did you steal? Whose bag did you steal? Whose ആണോ? മീനിങ് എന്താണ് ഇത്? പറയൂ. മീനിങ് ഒന്ന് പറഞ്ഞേ. മാം അത് രണ്ട് മീനിങ് വരില്ലേ? ആരുടെ ബാഗാണ് സ്റ്റീൽ ചെയ്തതെന്ന് വരാം, ഏത് ബാഗാണ് സ്റ്റീൽ ചെയ്തതെന്നും വരാമല്ലോ. ഊസും വിച്ചും വരാമല്ലോ. ഊസും വിച്ചും എന്നൊക്കെ ആയിരുന്നു. ആരുടെ ബാഗ് എന്ന് ചോദിക്കാം, ഏത് ബാഗ് എന്ന് ചോദിക്കാം. അപ്പോ നമുക്ക് യു ക്യാൻ യൂസ് ഹൂസ് ഓർ വിച്ച്. നമുക്കത് ഓപ്ഷന് ബേസ് ചെയ്തിരിക്കും കേട്ടോ. ആൻസർ നമുക്ക് എക്സാം വരാം ഓപ്ഷൻ ടൈപ്പ് ആണ്. അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും ആൻസർ. മാം അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഡാഷ് ഈസ് ദിസ് ബാഗ്, അത് ഹൂസ് ഈസ് ദിസ് അല്ല, ഹൂസ് ഈസ് ദിസ് ബാഗ് എന്നല്ലേ വരുള്ളൂ. ഹൂ ഈസ് ദിസ് ബാഗ് എന്ന് വരില്ലല്ലോ. അതെ മിസ് അങ്ങനെ പറഞ്ഞു. അല്ലേ വരിക? ഏതാണ്? Mr. Whose bag is this എന്നല്ലേ? അത് എന്തോ മിസ്റ്റേക്ക് ആണ്. Which bag did you steal? അപ്പൊ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഹൂ ഈസ് ദ ബാഗ് ദിസ് ബാഗ് എന്നല്ലല്ലോ, ഹൂസ് ബാഗ് ഈസ് ദിസ് എന്നല്ലേ? ശരിയാണ്, ശരിയാണ്, കറക്റ്റ് ആണ്. മിസ് അപ്പൊ വിച്ച് എന്ന് വരില്ലേ? Which is this bag?
ഈ ബാഗ് ഏതാണ്? അതല്ല. അതും ശരി. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ ഹൂമും വിച്ചും വരും. ലാസ്റ്റത്തെ ഹൂം വിച്ചും വരും കേട്ടോ. ഹൂസ് ആൻഡ് വിച്ച് ഇത് വരും. ഹൂസ് ദിസ് ബാഗ് ചോദിക്കാൻ പറ്റില്ല, മിസ്റ്റേക്ക് ആണ്. ഈ ബാഗ് ഏതാണ് വേണമെങ്കിൽ ചോദിക്കാം. വിച്ച് ഇസ് ദിസ് ബാഗ്? ഏതാണ് ഈ ബാഗ്? ഹൂ എന്ന് പറഞ്ഞ ആരെന്നല്ലേ മിസ് അർത്ഥം? അപ്പം അത് വരത്തില്ലല്ലോ, ഹൂ വരത്തില്ലല്ലോ. ബാഗിന് പകരം പേഴ്സൺ ആണ് പേരെങ്കിൽ അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ പേര് എഴുതി വെക്കും. എന്താ ഹൂ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ക്വസ്റ്റ്യൻ ഓർത്തിട്ട് വലിയ ഇതാക്കണ്ട. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, എന്തായാലും ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞ ടെക്സ്റ്റിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, കാര്യമാക്കണ്ട. മിസ് ആ ക്വസ്റ്റ്യൻ തിരിച്ചിടാലോ. ഹൂസ് ബാഗ് ഇസ് ദിസ്? അങ്ങനെയും വിടാം. യാ ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, എക്സസൈസ് 3 നോക്കിയേ. എക്സസൈസ് 3 റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഒന്ന് ചെയ്യാൻ പറ്റും നോക്കിയേ. What is the name of the boy who won first prize in the speech? പറയൂ. What is the name of the boy Who won first prize? Who won first prize in the speech competition? Yeah, correct ആണ്. നെക്സ്റ്റ് നെക്സ്റ്റ് ആയിരിക്കും Abraham. Miss, can you hear? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിവിടെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഈയുടെ ആൻസർ ഒക്കെ എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്തായിരിക്കും ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസറിൽ ഞാൻ പറഞ്ഞ ആൻസറിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു കുറവ്. നിങ്ങൾ പറയും, ആൻസർ പറയും, ബാക്കി ഞാൻ പറയാം. അവിടെ ഈസിന്റെ ആവശ്യമില്ല. നമുക്ക് ഈസ് അവിടെ കളഞ്ഞാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റാം? ബാഗ് ആരുടേതാണെന്ന് ചോദിച്ചൂടെ? പറ്റില്ലേ? അവിടെ ഈസിന്റെ ആവശ്യമില്ല കേട്ടോ. അതാ ഞാൻ സ്പീഡിൽ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാ. ഹൂസ് ദിസ് ബാഗ് കറക്റ്റ് ആണ്. ഹൂ ഈസ് വരില്ല. ഹൂസ് ദിസ് ബാഗ് ഈസ് വേണ്ട. ഹൂസ് ദിസ് ബാഗ്. ഓക്കെ, ഈ ബാഗ് ആരുടെയാണ്? ആരുടെ ബാഗ്? ഹൂസ് ദിസ് ബാഗ്. യാ നെക്സ്റ്റ് എബ്രഹാം ലിങ്കൺ പറയൂ. Abraham Lincoln, whom Wilkes Booth shot to death, was born in a hut. Whom? എന്തോ ഹൂമാണ്. ഹൂ. യാ നെക്സ്റ്റ് ദ ബുക്ക്. Which That you gave me. That you mean somehow lost. The book that you gave me is somehow lost. ഇവിടെ ബുക്ക് ആണ്, ഒരു തിങ് ആണ്. നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് അവിടെ യൂസ് ചെയ്യാം. വിച്ച് ഓർ ദാറ്റ്. We can use any one. Which or that. ഓപ്ഷനില് ദാറ്റ് മാത്രമുള്ളെങ്കിൽ ദാറ്റ് എഴുതാം. ഇനി ദാറ്റ് ഇല്ല, വിച്ച് ഉള്ളെങ്കിൽ വിച്ച് എഴുതാം. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. The book which or that who gave me is somehow lost. Which you gave me പറയാം, that you gave me പറയാം. Yeah. Next one. D. പറയൂ. The Oxford English Dictionary is the best dictionary. വിച്ച് ആണ്, ഒരു വസ്തുവാണ്. വിച്ച് യൂസ് ചെയ്യാം. വിച്ച് പറയുന്നില്ലല്ലോ മിസ്. നേരത്തെ പറഞ്ഞപ്പോ ദാറ്റും ഹൂസും അല്ലേ പറഞ്ഞത്? പേഴ്സൺ, എനിമൽ അല്ലെങ്കിൽ തിങ്സ് വരുമ്പോ പറഞ്ഞു പോയിരുന്നു. വിച്ച്, ദാറ്റ്, അനിമൽസ്, തിങ്സിനും യൂസ് ചെയ്യാം. വിച്ച് ഓർ ദാറ്റ്. ഞാനിത്
എക്സാമ്പിൾ ചെയ്ത് ക്ലിയർ ചെയ്തു പറയാന്ന് വിചാരിച്ചു. പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ എക്സസൈസ് കൂടി ചെയ്യുമ്പോ? നെക്സ്റ്റ് ചെയ്യൂ. E. That is the woman whose car was stolen last night. That is the woman dash car was stolen last night. എന്താ വരാ? whose ആരുടെ കാറാണ് അല്ലെ സ്റ്റോളൻ ചെയ്തത് അല്ലെ? എന്താ ആരുടെ? whose ആണ്. whose car. Next, the two girls dash I met with your brother were doctors. That I met with your brother were doctors. The two girls. whom I met. Whom ആണ്. ആരെ. whom. ആരെ. Yeah. whom ആണ്. Next, ആരെയെ met ചെയ്തു. whom. Next, have you got anything dash belongs to me? Have you got anything? That ആണ്. Next, he was respected by the people where the dash her work. He worked. With whom? Whom he worked. Whom? Yeah. Whom ആണ്. With whom? ആരുടെ കൂടെ അല്ലെ? With whom? Yeah. Next, this the room in dash she was born. Which? That is the room in which. In which. Which? Yeah. room ആണ്. In which. This is the room in which she was born. Yeah. Next, she has got a new boyfriend that works in a garage. Who works in? എന്താ പറയാ? Who works in? Who ആണ്. Yeah. Correct. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺസ് ക്ലിയർ ആയോ? മിസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആണ്. എബ്രഹാം ലിങ്കൺ അവിടെ ഹൂ എങ്ങനെയാ വരുന്നത്? ഹൂ അല്ലല്ലോ. ഹൂം അല്ലേ വരുന്നത്? ആ ഹൂമാണ്. ഞാൻ ഹൂമാണ് പറഞ്ഞത്. ആരുടെ ഷോട്ട് കൊണ്ടാണ് മരിച്ചത് എന്നാണ്. ആരുടെ? ഹൂമാണ്. ഓക്കെ. റിലേറ്റീവ് പ്രോണൗൺ ക്ലിയർ ആയോ? എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഇത് നന്നായിട്ട് പഠിക്കാം. അതായത് ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഹൂ, ഹൂം, ദാറ്റ്, ഹൂസ് ഇത് നാലും യൂസ് ചെയ്യാം. പേഴ്സൺ ആണെങ്കിൽ ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ് ഇത് നാലും യൂസ് ചെയ്യാം. ഇനിയിപ്പോ അനിമൽ ആണെങ്കിലോ ദാറ്റ്, ഹൂസ്, വിച്ച് ഇത് മൂന്ന് യൂസ് ചെയ്യാം. ദാറ്റ്, ഹൂസ്, വിച്ച് മൂന്നും അനിമൽ ആണ് യൂസ് ചെയ്യാം. തിങ്ക് ആണെങ്കിൽ വിച്ച്, ദാറ്റ്, ഹൂസ് ഇതും യൂസ് ചെയ്യാം. ഇനി വാട്ടും അതും യൂസ് ചെയ്യാം. വിച്ച്, ഹൂസ്, ദാറ്റ്, വാട്ട് ഇത്രയും കാര്യങ്ങൾ തിങ്ക് ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെന്റൻസിനെ ബേസ് ചെയ്ത് ആ സെന്റൻസിനെ മീനിങ്ങിനെ ബേസ് ചെയ്തായിരിക്കണം ഇത് ആഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ പ്രോണൗൺ എങ്ങനെയാണ്? സിമ്പിൾ ആണോ? ക്ലിയർ ആയോ? പറയൂ. ഒന്നും മിണ്ടാത്തേ. ഏത് പോർഷൻ ആണ് ഡൗട്ട്? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ആര്? ക്ലീൻ ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാം. നൗൺ ആൻഡ് പ്രോനൗണിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സസൈസ് ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ.
Answer ചെയ്യാൻ പറ്റുന്നൊക്കെ all the dash of the college are advised to sit in the girls common room. All Are you- the All the girl girl students. All the Girl students. girl student. ഏതാ വരാ? Girl Option A, students. B, C, D. ഓപ്ഷൻ എ അല്ലേ ഗേൾസ് സ്റ്റുഡൻസ്. Girl students. C. C ആണ് correct answer. C ആണ്. Next, the class teacher gave me dash and instructed him to do it at night. Answer പറയൂ. ബി. C The ആണോ? class teacher gave him a homework. A. Homework. A homework ആണോ? എല്ലാം പഠിക്കും. Option A ആണ്. Homework ആണ്. None of Homework ആണ്. these. Homework ആണ്. Option A, homework. Next up, he saw a dash of ships in the harbor. Fleet of ships. Fleet of ship. Fleet. Fleet ആണ്. Fleet ആണ്. Correct noun ആണ്. Fleet ആണ്. Next, the principal gave him dash for telling a lie. Punishment. Punishment. Yeah, C, punishment. He wants to improve his reading. Ability. Yeah, option B, ability. Next up, the writer got his wife's dash to go to the movie. Permission. 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 Without dash, there is no happiness. Health. Health. All the passengers carried their own Baggages. Baggage. Passengers. Upper baggage. baggage ആണ്. Their own baggage. Baggage അല്ല ട്ടോ. Their own. അവരുടെ baggage എന്ന് പറയുമ്പോൾ ഒരു baggage ഉണ്ടാവുള്ളൂ. So baggage. Next, she is carrying on her ആണ്. On her head a dash of stick. Bundle of. Yeah, bundle. Bundle of sticks ആണ്. He gave me mangoes that were ripe. They were ripe. They were ripe. അയ്യയുടെ കൂടെ വേറെ വരൂ. No. Mangoes. They were. They were ripe. Yeah, they were ripe. Sam is a good boy. Dash obeys dash for teachers. Sam. He is. She. He is. C. Option C. Yeah. Every man and woman must do dash duty. Their duty. Their duty. There. Option. Yeah, their duty ആണ്. Their duty. Simi and Dash are best friends. Me. Simi and me. Simi and I. Oh, Simi and me are best Simi friends. and me are best friends. A അല്ലേ ആൻസർ വരാം മിസ്സേ? Me and I. Not I. Simi, Me. Simiയും ഞാനും. ഞാനും. I ആണ്. C ആണ്. Sam and Dash went to see the gateway of India. അയ്യാ me Me അല്ലേ? Sam and me went to see the gateway of India. തന്നെ ഐ തന്നെയല്ലേ? അത് തന്നെയാണോ? ഇങ്ങനെ വായിച്ചു. Sam ഉം ഞാനും
മാം ആദ്യം ഐ വന്ന ഓക്കെ ഐ ആൻഡ് സാം വെൻ ടു സീ ദ ഗേറ്റ് വേ അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ മീ അല്ലേ വരുള്ളൂ. റിമിയും സാമും ഞാനും ഗേറ്റ് വേ കാണാൻ പോയി. അങ്ങനെ വരും. Sam and I went to see the gateway of India. I am top. Next, a good student brings dash books to the class. Their books. Its book. Its book to the his books to the class. Student 16. Yes, sir. Good student. A good student brings a book to the class. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ കാരണം സ്റ്റുഡന്റ് എന്താണെന്നാണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന മെയിൽ വേർഷൻ ആണ്. അപ്പൊ ഹിയോ ഹിസോ ആണ്. Next, the baby is crying because Dash is hungry. It is hungry. Yeah, it is hungry. It is hungry. Either Kamala or Girija forgot to take Dash purse. Their purse. Either or വരുമ്പോ her വരിക. Her purse ആണ്. ഒരാളാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഐദർ കമല ഓർ ഗിരിജ. കമലയോ ഗിരിജയോ ആണ് പേഴ്സ് എടുക്കാൻ മറന്നു പോയത്. ഒരാളാണ്. ഹർ ആണ് വരാട്ടോ. I have lost the book dash you gave me. Which you gave me. Which you. Yeah, which you gave me. Yeah. This is the girl that stood first in the class. Who stood first? Who. Who? Yeah, who. Here is a book that contains picture. Which contains? Which contains picture. Yeah. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാ. സോ ഇപ്പൊ ക്ലിയർ ആയോ? പ്രോണൗൺ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനിയിപ്പോ പ്രോണൗണിന് നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നോ? പ്രോണൗണിന്റെ എന്റെ നോട്ട് അപ്ലോഡ് ചെയ്തിരുന്നോ? ഈ നോട്ട് ചെയ്താണ്. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിന്റെ ആൻസർ താഴെയുണ്ട്. അപ്പൊ ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യും. ഇന്നലെ നാളെ ക്ലാസ്സിലൂടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ മിസ് അപ്പൊ ഇതിന്റെ മോക്ക് ടെസ്റ്റ് അടുത്ത് തന്നെ ഉണ്ടാവുമോ? ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. മിക്കവാറും നാളെ ഉണ്ടാവും. നാളെ ഉണ്ടാവും അപ്ലോഡ് ചെയ്യും മോക്ക് ടെസ്റ്റ്. മിസ് എത്ര മാർക്കിന്റെ ആയിരിക്കും? കുറച്ചുണ്ടാവുള്ളൂ. ഓക്കെ മിസ്. ഓക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ മിസ്, താങ്ക് യു. Thank you, miss. Thank you, miss. Thank you, miss.